മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ തോതിൽ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഭാരതത്തിന്റെ ധീരദേശാഭിമാനി വി.ഡി. സവർക്കറെ അപമാനിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഫേസ്ബുക്കിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് വി.ഡി. സവർക്കറെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശമാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ടിൻഡു ദാസ് നൽകും. ടിൻഡു, പറയൂ. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനമായ കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം അതൊരു പോസ്റ്റർ രൂപേണ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അത് ചർച്ചയായി ചെയ്യപ്പെട്ടതാണ്. ആ പോസ്റ്ററിൽ അസഹിഷ്ണുത പൂണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഘട്ടത്തിലൊരു പ്രസ്താവന എന്നോണം ഇറക്കിയിട്ടുള്ളത്. ആ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചിട്ടുണ്ട്. വി.ഡി. സവർക്കറെ അപമാനിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള കുറച്ച് വാക്യങ്ങളാണ് ഈ പ്രസ്താവനയിൽ കുറിച്ചിട്ടുള്ളത്. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSS എന്ന് തുടങ്ങുന്നതാണ് പ്രസ്താവന. ഇത്തരത്തിൽ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 2021 മുതൽ ഭീകരവിരുദ്ധ ദിനവും അതോടൊപ്പം തന്നെ ഈ വിഭജന വിരുദ്ധ ദിനമൊക്കെ ആചരിച്ചു വരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ വർഷങ്ങളിലായിട്ട് കടന്നു പോയിട്ടുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇത്ര കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്ററും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന എഴുതിയിട്ടുള്ളത്. ചരിത്രത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്ററിലുണ്ടായിരുന്നതും രാജ്യത്തെയും അതോടൊപ്പം തന്നെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പോസ്റ്ററും അത്തരത്തിലുള്ള സന്ദേശവുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ഇറക്കാനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രസംഗം നടത്താനുമൊക്കെ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ എവിടെയാണ് ഇത്തരത്തിൽ ധീരദേശാഭിമാനികൾ ഉണ്ടായിട്ടുള്ളത്? രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും നാനാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ കൂടി ചേർന്നുകൊണ്ട് നേടിയ സ്വാതന്ത്ര്യം എന്ന് തുടങ്ങുന്ന രീതിയിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത്. ഇതിന് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റ് ബോക്സൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളും അതോടൊപ്പം തന്നെ എതിർപ്പുകളും പ്രതിരോധങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷം അത് മറ്റൊരു രീതിയിലേക്ക് ആ സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ചരിത്രകാരൻ വരെ പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര നേതാവിനെയൊക്കെ ഇത്തരത്തിൽ രീതിയിൽ പരിഹസിക്കുകയും അതോടൊപ്പം തന്നെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ മുഖ്യമന്ത്രി മുമ്പും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അറ്റ് ഹോമിലൊക്കെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ സർവകലാശാലകൾ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെ ഇവർ വർഗീകരിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ അതിനെ എങ്ങനെയാണ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അതിനെ അക്രമാസക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ സമീപകാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി അവരിലേക്ക് വിദ്വേഷം കുത്തിവെക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു. നമുക്കറിയാം യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ RSSനെയും അതോടൊപ്പം തന്നെ വി.ഡി. സവർക്കറെയും ഒക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ പോസ്റ്റിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. ഈ ജാതി മത വേഷ ഭാഷ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുമിച്ചാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൽ ഒരു തരത്തിലും ഇടപെടാത്ത കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് ഈ ദേശത്തെ ഒറ്റുകൊടുത്ത അതേ കമ്മ്യൂണിസ്റ്റുകാരാണിപ്പോൾ വി.ഡി. സവർക്കറെ പോലെയുള്ള ധീരദേശാഭിമാനികളെ അപമാനിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റിൻ്റെ ഉള്ളടക്കം എന്നത് RSSനെയും അതോടൊപ്പം തന്നെ ഹിന്ദു മഹാസഭയെയും എതിർക്കുന്നു. RSSും ഹിന്ദു മഹാസഭയും ഉൾപ്പെടെയുള്ള സംഘടനകളാണ് രാജ്യവിഭജനത്തിന് കാരണക്കാർ എന്ന നിലയിലേക്കാണ് ഈ പോസ്റ്റ് പോകുന്നത്. എത്രത്തോളം അപകടകരമാണ് നമുക്കറിയാം. മുസ്ലിം ലീഗിൻ്റെ 2 നേഷൻ തിയറി, അതിനുശേഷം ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം 1947 ഈ വിഭജനത്തിന് വഴങ്ങിക്കൊടുക്കുന്നു.
ഈ കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു വാക്ക് പോലും പറയാതെ RSSനെ പറ്റി നേരെ അതിനകത്ത് കൊണ്ട് പരാമർശിച്ചിരിക്കുകയാണ്. ഒപ്പം VD സവർക്കറെ പോലെ ഈ രാജ്യത്തിന് വേണ്ടി 27 വർഷക്കാലം ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ച ഭാരതത്തിന്റെ വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അപമാനിച്ചിരിക്കുകയാണല്ലോ. കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ രാജ്യം അതിൻ്റെ അഖണ്ഡതയെ കീറി മുറിക്കപ്പെടുന്നതും ആ സമയത്ത് ഇവർ സ്വീകരിച്ച അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ചരിത്രത്തിൽ പോലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ CPMന്റെ അനുകൂലികൾ ചരിത്രത്തിൻ്റെ ഏത് ഭാഗത്ത് പരിശോധിക്കുകയാണെങ്കിലും സ്വാതന്ത്ര്യ സമരവുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത ആളുകളാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘടനയാണെന്ന് പറയേണ്ടി വരും. ആ സംഘടന ഏകപക്ഷീയമായിട്ടുള്ള ഒരു ധ്രുവീകരണവും ഏകപക്ഷീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളും കൊണ്ടുവരുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ഈ വിഭജനം നടക്കുന്ന സമയത്ത് മൃദു സമീപനങ്ങൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ മൗനമായിരിക്കുകയും അതിനെ ഒന്നും എതിർക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ ഒരു പരാമർശം പോലും നടത്താതെ ഡയറക്റ്റു അല്ലെങ്കിൽ നേരെ ഇത്തരത്തിൽ ഈ RSSനെ അതുപോലെ തന്നെ ഗൗതം സൂചിപ്പിച്ചതുപോലെ 29 വർഷക്കാലം ഇത്തരത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒത്തൊരുമയ്ക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഈ ജയിൽവാസം അനുഭവിക്കുകയും ആ നരകജീവിതം അനുഭവിക്കുകയും ചെയ്ത ഇത്തരത്തിലുള്ള ധീരദേശാഭിമാനികൾക്കെതിരെയാണ് വലിയ രീതിയിലുള്ള തെറ്റായ പരാമർശങ്ങൾ നടത്തുന്നതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഈ സന്ദേശവും പോസ്റ്ററുമൊക്കെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും സ്വീകാര്യത നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു അസഹിഷ്ണുതയും നമുക്ക് ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കും. CPM അനുകൂല അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഏത് പരിപാടികളാണെങ്കിൽ പോലും സർക്കാരിൻ്റെ ഏത് തരത്തിലുള്ള പ്രസംഗ പരിപാടികളാണെങ്കിൽ ഔദ്യോഗിക പരിപാടികൾ ഉൾപ്പെടെ ഈ RSSനെയും അതോടൊപ്പം തന്നെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരാറുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ആദ്യമായിട്ട് വന്നതല്ല. കഴിഞ്ഞ ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും ഈ രാജ്യത്തെ വിഭജിക്കാൻ, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന രീതിയിലുള്ള സംഘടനകളൊപ്പം സഖ്യം ചേരുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി സമരസപ്പെടുകയും വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന VD സവർക്കറെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ സ്വാതന്ത്ര്യ ദിന സന്ദേശ കാർഡിനകത്ത് മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നമ്മുടെ ധീരദേശാഭിമാനികൾക്കൊപ്പം VD സവർക്കറുടെയും ചിത്രം വെച്ചതാണ് കമ്മ്യൂണിസ്റ്റുകളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 15-നെ ആപത്ത് 15 എന്ന് വിശേഷിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരാണിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കുന്നത് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ടിൻഡു ദാസ്.